പരീക്ഷണത്തിൽ തന്നെ EVM BJPക്ക് വേണ്ടി വോട്ട് പിടിച്ചിരിക്കുന്നു. ഈ വാർത്ത പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. കുറഞ്ഞത് 4 വോട്ടിംഗ് യന്ത്രങ്ങൾ BJPക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് വ്യക്തമായിരിക്കുന്നത്. ഇത് സത്യമാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് കാസർകോട്ടെ LDF UDF സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരാണ് പരാതി തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കലക്ടർക്ക് നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപായി ഇന്നലെ നടത്തിയ മോക്ക് പോളിംഗിലായിരുന്നു കാസർഗോട്ട് ഇത്തരത്തിൽ ക്രമക്കേട് ഉണ്ടായിരിക്കുന്നത്. കാസർഗോട്ടെ ലോക്സഭാ സ്ഥാനാർത്ഥിയും അതുപോലെ CPM നേതാവുമായ MV ബാലകൃഷ്ണൻ്റെയും UDF സ്ഥാനാർത്ഥിയും നിലവിലെ MP-യുമായ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെയും ഏജന്റുമാർ ജില്ലാ കലക്ടർ K ഇമ്പശേഖറിനാണ് പരാതി നൽകിയിരിക്കുന്നത്. വോട്ട് രേഖപ്പെടുത്തുമ്പോൾ BJPക്കാണ് ആ വോട്ട് ലഭിക്കുന്നതെന്നും കോൺഗ്രസിൻ്റെ കൈപ്പത്തി ചിഹ്നം വോട്ടിംഗ് മെഷീനിലെ മറ്റുള്ള ചിഹ്നങ്ങളെക്കാൾ വളരെ ചെറുതായാണ് കൊടുത്തിരിക്കുന്നതെന്നും UDF സ്ഥാനാർത്ഥിയുടെ ഏജന്റ് മുഹമ്മദ് നാസർ ചെർക്കളം അബ്ദുള്ള അറിയിച്ചു. അത് വലിയൊരു ആശങ്കയാണ് ജനിപ്പിച്ചിരിക്കുന്നത്. അതായത് മോക്ക് പോളിൻ്റെ ആദ്യ റൗണ്ടിൽ തന്നെ 190 വോട്ടിംഗ് മെഷീനുകളും പരിശോധിച്ചു. 20 മെഷീനുകളാണ് ഒരു സമയം പബ്ലിഷ് ചെയ്തത്. ഒരു യന്ത്രത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ 10 ഓപ്ഷനാണ് ഉള്ളത്. ഓരോ ഓപ്ഷനും ഓരോ തവണ അമർത്തി പരീക്ഷിച്ചപ്പോൾ 4 മെഷീനുകളിൽ BJPക്ക് 2 വോട്ട് ലഭിച്ചതായി വ്യക്തമാകുകയുണ്ടായി. അതായത് ഡബിൾ വോട്ട്. BJPയുടെ ചിഹ്നത്തിൽ അമർത്താതിരുന്നപ്പോഴും പാർട്ടിയുടെ കണക്കിൽ 1 വോട്ട് അധികം രേഖപ്പെടുത്തി എന്നത് രാജ്യത്തെ ജനങ്ങൾ ആശങ്കപ്പെടുന്നത് പോലെയുള്ള യാഥാർത്ഥ്യമുണ്ടോ എന്നാണ് കാസർഗോട്ട് നിന്ന് ചോദ്യമുയർന്നിരിക്കുന്നത്. മെഷീനുകൾ മാറ്റണമെന്ന് ഏജന്റുമാർ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും 2 മെഷീനുകൾ മാറ്റിയത് കൊണ്ട് എന്താണ് ഗുണം എന്ന മറുചോദ്യവും ഈ രാജ്യത്ത് ബാക്കി നിൽക്കുകയാണ്. ഏതായാലും EVMനെ കുറിച്ചുള്ള കള്ളപ്രചരണത്തിന്, രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തിന് കോട്ടം തട്ടുന്ന രീതിയിലുള്ള കള്ളപ്രചരണത്തിനോ എതിരെ നടപടിയെടുക്കേണ്ടത് അനിവാര്യമാണ്. എങ്കിലും കാസർഗോഡ് നടന്ന ഇത്തരം സംഭവങ്ങൾ കാണുമ്പോൾ ജനങ്ങൾ വീണ്ടും ആശങ്കപ്പെടുന്നത് സ്വാഭാവികം. അതുകൊണ്ട് തന്നെ അതെങ്ങനെ സംഭവിച്ചു എന്ന വ്യക്തത വരുത്തേണ്ടുന്ന ബാധ്യതയും ഉത്തരവാദിത്വവും കൂടി അധികാരികൾക്കുണ്ട്. ഏതായാലും ജനാധിപത്യത്തിൽ വോട്ടർമാരാണ് സർവാധികാരികൾ. അതുകൊണ്ട് തന്നെ തങ്ങൾ ചെയ്യുന്ന വോട്ടുകൾ എവിടെ പോകുന്നു എന്ന ആശങ്ക ജനങ്ങൾക്ക് വരാതെ നോക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്.